إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും യഥാവിധി പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഞാൻ എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൽ 18 തവണ ആവർത്തിച്ചു വന്ന പദമാണ് ഫദ്ലുല്ലാ എന്നത്. ഇതിൽ ഫദ്ല് എന്ന പദം മാത്രം 84 തവണ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. എന്താണ് ഫദ്ൽ എന്ന് പറഞ്ഞാൽ? ഫദ്ൽ എന്നതിൻ്റെ മലയാള അർത്ഥം അനുഗ്രഹം, ഔദാര്യം, ബാക്കിയായത്, മിച്ചം എന്നൊക്കെയാണ് അർത്ഥം. പരിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലത്ത് കാണാം വല്ലാഹു ദു ഫദ്ലിൻ അളീം, അല്ലാഹു മഹത്തായ ഔദാര്യമുള്ളവനാണ്. വല്ലാഹു ദു ഫദ്ലിൻ അലൽ മുഅ്മിനീൻ, അല്ലാഹു തആല വിശ്വാസികളോട് ഔദാര്യം കാണിക്കുന്നവനാണ്. ഇന്നല്ലാഹ ലദു ഫദ്ലിൻ അലൻ നാസ്, തീർച്ചയായും അള്ളാഹു മനുഷ്യരോട് ഔദാര്യം കാണിക്കുന്നവനാകുന്നു എന്നിങ്ങനെ നിരവധി സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാനാകും. അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യത്തെ സംബന്ധിച്ച് അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആർക്കൊക്കെയാണ് അള്ളാഹുവിൻ്റെ ഫദ്ല് കിട്ടുക, എന്താണത് കിട്ടിയാലുള്ള ഗുണം, കിട്ടിയില്ലെങ്കിലുള്ള ദോഷമെന്ത് എന്ന് നമ്മൾ ഏവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് ഫദ്ല് നൽകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ നബിയെ പറയുക, ഇന്നൽ ഫദ്ല ബിയദില്ലാഹ്, തീർച്ചയായും ഫദ്ൽ എന്നത് അല്ലാഹുവിൻ്റെ കയ്യിലാണ്. യുഅ്തീഹി മയ്യശാ, തീർച്ചയായും ആ അനുഗ്രഹമെന്നത്, ഔദാര്യമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് നൽകുക. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു തആല വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാകുന്നു. അപ്പോൾ അല്ലാഹുവിൻ്റെ അടുക്കലാണ് ഫദ്ല്. യുഅ്തീഹി മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് അവനത് നൽകുക. പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, അല്ലാഹു തആല നിനക്ക് വല്ല ദോഷവും ഏൽപ്പിക്കുന്ന പക്ഷം ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു, അത് നീക്കം ചെയ്യാൻ ഒരാളുമില്ല അല്ലാഹു അല്ലാതെ. വഇൻ യുരിദ്ക ബിഖൈർ, എന്നാൽ ഒരു നന്മ
നിനക്ക് അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന പക്ഷം ഫലാ റാദ്ദ ലി ഫദ്ലി, അല്ലാഹുവിൻ്റെ ആ അനുഗ്രഹത്തെ തട്ടിമാറ്റാൻ ഒരാളും തന്നെ ഇല്ല എന്നാണ്. ആയത്തിന്റെ ബാക്കി എന്താ? യുസീബു ബിഹി മയ്യശാഉ മിൻ ഇബാദിഹി, തൻ്റെ അടിമകളിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു തആല ആ അനുഗ്രഹത്തെ അനുഭവിപ്പിക്കുന്നതാണ്. വഹുവൽ ഗഫൂറുർ റഹീം, അവൻ ഏറെ പൊറുക്കുന്നവനും കരുണ ചൊരിയുന്നവനുമാകുന്നു. സൂറത്ത് യൂനുസിലെ 107-ാമത്തെ വചനമാണ്. അപ്പൊ എന്താണ് ഈ ആയത്തുകളൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന ആശയം? ഫദ്ല് എന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ്. ഫദ്ല് ചോദിക്കേണ്ടതും അള്ളാഹുവിനോടാണ്. മുമ്പ് നമ്മൾ ബറക്കത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ പഠിച്ചതുപോലെ ബറക്കത്ത് അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത് എന്നതുപോലെ ഫദ്ല് ചോദിക്കേണ്ടതും അള്ളാഹുവിനോടാണ്. അള്ളാഹു തആല പറഞ്ഞു വസ്അലുല്ലാഹ മിൻ ഫദ്ലി. സൂറത്ത് നിസായിൽ കാണാം, അള്ളാഹുവിനോടാണ് നിങ്ങൾ അവൻ്റെ ഔദാര്യത്തെ ചോദിക്കേണ്ടത്. എന്താണ് അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടുന്ന ഒന്നാമത്തെ ഫദ്ൽ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഭാര്യയ്ക്കും മകനും കിട്ടാതെ പോയ ഹിദായത്ത് എന്ന ഫദ്ൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പിതാവിന് കിട്ടാതെ പോയ ഹിദായത്ത് എന്ന ഫദ്ൽ, ലോത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഭാര്യയ്ക്ക് കിട്ടാതെ പോയ ഹിദായത്ത് എന്ന ഫദ്ൽ, ആസിയ ബീവിയുടെ ഭർത്താവായ റാംസസ് രണ്ടാമൻ എന്ന ഫിർഔന് കിട്ടാതെ പോയ ഫദ്ൽ, 42 കൊല്ലക്കാലം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടും ഭൗതികമായ നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ പ്രൊട്ടക്ഷനും ഏർപ്പെടുത്തി ഒരു നിഴല് പോലെ കൂടെയുണ്ടായിരുന്ന സ്വന്തം മൂത്താപ്പയായ അബൂ ത്വാലിബിന് പോലും കിട്ടാതെ പോയ ഹിദായത്ത് എന്ന അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ൽ, അതാണ് ഒരാൾക്ക് അള്ളാഹു തആലയിൽ നിന്ന് കിട്ടേണ്ടുന്ന ഒന്നാമത്തെ ഫദ്ൽ. അതും എല്ലാവർക്കും കിട്ടുകയില്ല. അല്ലാഹ് പറഞ്ഞു യുഅ്തീഹി മയ്യശാ, അള്ളാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ കിട്ടൂ. അതിനാ ചില ഉദാഹരണങ്ങൾ നേരത്തെ പറഞ്ഞത്. ഭർത്താവ് പ്രവാചകനായി എന്നുള്ളത് കൊണ്ടോ, മകൻ പ്രവാചകനായി എന്നുള്ളത് കൊണ്ടോ, ഭാര്യ സ്വാലിഹത്തായി എന്നുള്ളത് കൊണ്ടോ, പിതാവ് നബിയായി എന്നുള്ളത് കൊണ്ടോ, തൻ്റെ കൂടെ തൻ്റെ സംരക്ഷണത്തിൽ വളർന്നു എന്നുള്ളത് കൊണ്ടോ ഒന്നും കിട്ടുന്ന ഒന്നല്ല ഹിദായത്ത്. അതാണ് സ്വന്തം പിതൃവിൻ്റെ കാര്യത്തിൽ ഹിദായത്തിന്റെ വിഷയത്തിൽ പ്രാർത്ഥിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോലും അല്ലാഹു തആല പറഞ്ഞു, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, അല്ലാഹുവിൻ്റെ റസൂലെ തീർച്ചയായും താങ്കൾക്ക് ഇഷ്ടപ്പെട്ടവരെ താങ്കൾക്ക് നേർവഴിയിലാക്കാൻ സാധിക്കുകയില്ല. പിന്നെ ആര് വിചാരിക്കണം? അവിടെയും അല്ലാഹു പറഞ്ഞു വലാകിന്നല്ലാഹ യഹ്ദി മയ്യശാ, അല്ലാഹു തആല താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കും. തീർന്നില്ല. ആയത്തിന്റെ ബാക്കി എന്താ? വഹുവ അഅ്ലമു ബിൽ മുഹ്തദീൻ, നിങ്ങളിൽ ആരൊക്കെയാണ് സന്മാർഗം പ്രാപിക്കുക എന്ന് നല്ലവണ്ണം അറിയുന്നവൻ അല്ലാഹുവാണ്. എന്നാൽ ആ ഹുദയാകുന്ന ഫദ്ലിന്റെ മാർഗത്തെ അല്ലാഹു തആല എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹ് ചോദിക്കാണ്, അലം നജഅൽ ലഹു ഐനൻ, അല്ലാഹു തആല നിങ്ങൾക്ക് കണ്ണ് നൽകിയില്ലേ? വലിസാനം വശഫതൈൻ, ചുണ്ടും നാവും നൽകിയില്ലേ? വഹദൈനാഹുൻ നജ്ദൈൻ, ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് ഖൈറ്, ഏതാണ് ഷർറ്, ഏതാണ് സത്യം, ഏതാണ് അസത്യം എന്ന് വേർതിരിച്ച് കാണിക്കുന്ന നജ്ദൈൻ, തെളിഞ്ഞു നിൽക്കുന്ന 2 മാർഗങ്ങളെയും കാണിച്ചു കൊടുത്തിട്ടില്ലേ? അള്ളാന്റെ ചോദ്യമാണ് സൂറത്തുൽ ബലദിൽ. അപ്പൊ ഹുദയുടെ മാർഗം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ചിലർക്കത് ഭർത്താവിലൂടെ, ചിലർക്കത് ഭാര്യയിലൂടെ, ചിലർക്കത് മക്കളിലൂടെ, ചിലർക്കത് രക്ഷിതാക്കളിലൂടെ, പ്രവാചകന്മാരിലൂടെ, ഖുർആനിലൂടെ, സുന്നത്തിലൂടെ. പക്ഷെ ആ മാർഗങ്ങളെയൊന്നും കണ്ടില്ല, കേട്ടില്ല എന്ന് നടിച്ച് തന്നിഷ്ടങ്ങളുടെയും താന്തോന്നിത്തരങ്ങളുടെയും നാട്ടുനടപ്പിന്റെയും പിന്നാലെ പോയി ജീവിക്കുന്നവർ ഓർക്കണം, അവർ ദുനിയാവും ആഖിറവും ഒരുപോലെ നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് ഒന്നാമതായി കിട്ടേണ്ടത് ഹിദായത്ത് തന്നെയാണ്. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന അല്ല, മറിച്ച് സൂറത്ത് ആലു ഇമ്രാനിൽ അല്ലാഹു തആല പറഞ്ഞു, ഖുൽ, നബിയെ പറയണം, ഇന്നൽ ഹുദാ ഹുദല്ലാഹ്,
നബിയെ പറയുക, ശരിയായ ഹിദായത്ത് എന്നത്, മാർഗദർശനം എന്നത് അള്ളാഹുവിന്റെ മാർഗദർശനമാണ്. ആ മാർഗദർശനം കിട്ടിയാൽ കഴിഞ്ഞയാഴ്ച പറഞ്ഞതുപോലെ ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം ലഭിക്കുന്നവർ അവരായിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിച്ചവർക്ക് വേണ്ടി അത് സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു. അതും എന്താണ്? അത് അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യമാകുന്നു. അതും എല്ലാവർക്കും കിട്ടൂല. അള്ളാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് അവൻ നൽകുക. വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം. വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം. അള്ളാഹു തആല മഹത്തായ ഔദാര്യമുള്ളവനാകുന്നു. അപ്പൊ ഹിദായത്താണ് ഒന്നാമത്തെ ഫദ്ല്. അത് കിട്ടിയവർക്ക് മാത്രമേ സ്വർഗമുള്ളൂ എന്ന് നമ്മൾ അറിയണം. ഇനി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫദ്ലാണ്. ആർക്ക്? സൂറത്തുൽ ജുമുഅയിൽ കാണാം, അള്ളാഹു തആല പറഞ്ഞു, വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിയോഗമനത്തെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം. അവരിൽപ്പെട്ട ഇനിയും അവരോടൊപ്പം വന്നു ചേർന്നിട്ടില്ലാത്ത മറ്റുള്ളവരിലേക്കും ആണ് ആ പ്രവാചകനെ നിയോഗിച്ചിരിക്കുന്നത്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം പിന്നീട് വന്നു ചേരുമെന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും അടങ്ങുന്ന ലോകാവസാനം വരേക്കുമുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തീങ്ങൾ, അവരിലേക്ക് കൂടെ നിയുക്തനായ പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വഹുവൽ അസീസുൽ ഹകീം. അള്ളാഹു പ്രതാപശാലിയും യുക്തിമാനുമാണ്. ശേഷം അല്ലാഹ് പറയാൻ, ദാലിക ഫദ്ലുല്ലാഹ്. ദാലിക ഫദ്ലുല്ലാഹ്. അത് ഏത്? പ്രവാചകൻ എന്ന ഫദ്ൽ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാകുന്നു. ആർക്കാണ് പ്രവാചകൻ ഫദ്ലായി മാറുക? അള്ളാഹു തന്നെ പറഞ്ഞു, യുഅ്തീഹി മയ്യശാ. അള്ളാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് റസൂൽ ഫദ്ലായി മാറുക. അവിടെയും അല്ലാഹ് പറഞ്ഞു, വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം. അള്ളാഹു മഹത്തായ ഔദാര്യം നൽകുന്നവനാകുന്നു. എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഫദ്ലായി മാറുക? പ്രവാചകന്റെ വരവോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മക്കയിലും ഹിജ്റ പോയ മദീനത്തും ജീവിക്കാൻ ഭാഗ്യം കിട്ടി എന്നുള്ളത് കൊണ്ട് റസൂൽ ഫദ്ലായി മാറുമോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് ആ ഫദ്ല് അബൂജഹലിന് കിട്ടാതെ പോയി? റസൂലാകുന്ന ഫദ്ല് എന്തുകൊണ്ട് അബൂലഹബിന് കിട്ടിയില്ല? എന്തുകൊണ്ട് ഉത്ബക്കും ശൈബക്കും കിട്ടിയില്ല? അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടി ഫദ്ല് കിട്ടുമായിരുന്നെങ്കിൽ മക്കക്കാർക്ക് മൊത്തത്തിൽ കിട്ടുമായിരുന്നു. അതിനെന്ത് വേണം? റസൂൽ ഫദ്ലാകണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന റിസാലത്തിനെ സത്യപ്പെടുത്തണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് എങ്ങനെയാണോ പ്രവാചകനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചത്, അതേ മാർഗം പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ നമ്മളും തയ്യാറാകണം. അതല്ല പ്രവാചകന്റെ കാലശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങളെ അനുധാവനം ചെയ്യുന്നവർക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങളെ ദീനിൽ കടത്തിക്കൂട്ടി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത നിസ്കാരം, റസൂല് പഠിപ്പിക്കാത്ത നോമ്പ്, റസൂല് പഠിപ്പിക്കാത്ത ദിക്ർ, റസൂല് പഠിപ്പിക്കാത്ത സ്വലാത്ത്, റസൂല് പഠിപ്പിക്കാത്ത ഹദ്ദാദ്, റസൂല് പഠിപ്പിക്കാത്ത കുതുബിയത്ത്, റസൂല് പഠിപ്പിക്കാത്ത റിഫാഇ റാത്തീബ്, കുത്ത റാത്തീബ്, ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഫദ്ല് തടയപ്പെട്ടവരുടെ ലക്ഷണങ്ങളാണ്. മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ ഫദ്ലായി മാറണോ? ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ പൂർണ്ണമായും ഇത്തിബാ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമേ അള്ളാഹുവിന്റെ റസൂൽ ഫദ്ലായി മാറൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി അള്ളാഹു നൽകേണ്ടുന്ന ഫദ്ൽ ഒരു വ്യക്തിയിൽ നിന്ന് തടയപ്പെട്ടാൽ പ്രധാനമായും രണ്ട് അപകടങ്ങൾ അതിന്റെ പിറകിലുണ്ട്. അതാ നേരത്തെ പറഞ്ഞ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും എന്ന് പറഞ്ഞത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്താ ഒന്നാമത്തെ അപകടം? അല്ലാഹു തആല പറഞ്ഞു, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും, നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ ഫദ്ൽ ഇല്ലായിരുന്നുവെങ്കിൽ, വറഹ്മതുഹു,
അള്ളാഹുവിന്റെ കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ അള്ളാഹ് പറയാണ്, നിങ്ങളിൽ അല്പം ചിലരൊഴികെ ബാക്കി എല്ലാവരും പിശാചിനെ പിൻപറ്റുമായിരുന്നു, പിശാചിന്റെ കുഴലോത്തുകൾക്ക് സാക്ഷിയാകുമായിരുന്നു. എന്ത്? അള്ളാഹുവിന്റെ ഫضല് ഒരാളിൽ നിന്ന് എടുത്തു മാറ്റിയാൽ. നമ്മൾ വായിച്ചു 16 ആളുകൾ ആശുപത്രി കിടക്കുന്ന കാസർഗോഡ് അങ്ങാടിയിൽ ഒരു പാട്ടുകാരന്റെ പാട്ട് കേൾക്കാൻ പർദ്ദയിട്ട പെണ്ണുങ്ങളടക്കം ഓടിപ്പോയതിന് അല്ലേ? പിശാചിന്റെ കുഴലോത്തുകൾക്ക് ഇഷാമകരിവിനടക്കം ഇത്തരം ഗാനമേളകളൊക്കെ ഉണ്ടാകുക. അള്ളാഹുവിന് ഏറ്റവും കോപമിറങ്ങുന്ന അങ്ങാടികളിൽ പിശാച് മുട്ടയിട്ട് വിരയുന്നിടത്തെന്തേ പർദ്ദയിട്ട പെണ്ണുങ്ങൾ എത്തപ്പെട്ടു. അതാ പറയുന്നത്, നിങ്ങളിൽ നിന്ന് അല്പം ചിലരൊഴിച്ച് ബാക്കി എല്ലാവരും പിശാചിനെ പിൻപറ്റുമായിരുന്നു. ഇതിന്റെ വിശദീകരണം വേറെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് അള്ളാഹുവിന്റെ ഫضൽ അള്ളാഹു നമ്മിൽ നിന്ന് എടുത്തു മാറ്റാണ്ടായാൽ ശൈത്താന്റെ പിന്നാലെ അവർ പോകും. ഒരു കുത്തഴിഞ്ഞ ജീവിതം ഉണ്ടാകുക, ഒരു കെട്ടടിച്ചു വിട്ട ബലൂണ് പോലെ. കാരണം പിശാച് എപ്പോഴും ക്ഷണിക്കുന്നത് കത്തിയെരിയുന്ന നരകാഗ്നിയിലേക്കാണ്. ശൈത്താനെ പിൻപറ്റിയാൽ ആ പിൻപറ്റിയവർ നരകത്തിൽ കിടക്കും. നരകത്തിലേക്കാ ശൈത്താൻ ക്ഷണിക്കുന്നത്. അവന്റെ കുഴലൂത്തുകളായി മാറരുത് എന്ന് പറഞ്ഞു. അതിന്റെ പുറമെ 4 അപകടങ്ങൾ ഇതിന്റെ കൂടെ തന്നെ പിശാചിനെ പിൻപറ്റുന്നവർക്കുണ്ടാകും. ദുനിയാവിൽ സംഭവിക്കാൻ പോകുന്ന 4 അപകടങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു. 1 ഇത്തിബാഉ ഷഹവാത്ത്, 2 ഇത്തിബാഉൽ ഹവാ, 3 ഇത്തിബാഉൽ ബാത്തിൽ, 4 ഇത്തിബാഉൽ ബന്ന്. ഇത്തിബാഉൽ ഷഹവാത്ത്, ഇത്തിബാഉ ഷഹവാത്ത്, അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടുന്ന ഫضല് ഒരാൾക്ക് കിട്ടിയില്ല എങ്കിൽ അവനെ പിടികൂടുന്ന 4 അപകടങ്ങളിൽ 1 ഇത്തിബാഉ ഷഹവാത്ത്, ഷഹവാത്തുകളുടെ പിന്നാലെ പോകും. മനുഷ്യന് ഭൗതികമായ ആസക്തി കൂടും, ദുനിയാവിന്റെ പിന്നാലെ പോകും. ദുനിയാവിൽ മനുഷ്യന് ആസക്തി ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ താക്കീത് ചെയ്തു. 1 പെണ്ണ്, സ്വർണം, മക്കൾ, സമ്പത്ത്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. മനുഷ്യനോട് മറക്കും, ഞാൻ ആരാ, എൻ്റെ ദൗത്യം എന്താണ്. ചില പെണ്ണിനെ കണ്ടാൽ ആ പെണ്ണിന്റെ പിന്നാലെ പോകും. സ്വത്ത് കണ്ടാൽ ആ സ്വത്ത് അന്യായമായി കൈക്കലാക്കാൻ വേണ്ടി എന്തും ചെയ്യും. എത്ര കളവ് വേണമെങ്കിലും പറയും, ആരെ വേണമെങ്കിലും കൊല്ലും. മനുഷ്യൻ പദവിയും സ്ഥാനവും മറന്നിട്ട് മുതലിന്റെ പിന്നാലെ പോകും, അഴിമതി കാണിക്കും, വിശ്വാസവഞ്ചന കാണിക്കും. മക്കളെ കിട്ടിയാൽ മക്കൾ ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിശ്ചയമായും നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ മക്കളും നിങ്ങൾക്കൊരു പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയാതെ ആ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിതം തുലക്കും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫത്തഖുദ്ദുനിയ വത്തഖുന്നിസാ, നിങ്ങൾ ദുനിയാവിനെയും സൂക്ഷിക്കണം, ദുനിയാവിലെ പെണ്ണുങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം നിങ്ങൾക്ക് മുൻപുള്ളവർ നശിപ്പിക്കപ്പെടാനുണ്ടായ പ്രധാന കാരണം അവർ ദുനിയാവിന്റെ പിന്നാലെ പോയതാ. ദുനിയാവിൽ അല്ലാഹു തആല പരീക്ഷണമാക്കി വെച്ചതിന്റെ പിന്നാലെ മാത്രം ഒരാൾ കൂടിയാൽ, പരലോകം മറന്ന് ജീവിച്ചാൽ അത് നിങ്ങളുടെ ലക്ഷ്യം മറപ്പിക്കും. അത് ഷഹവാത്താണെന്നാ ഖുർആൻ പഠിപ്പിച്ചത്. അടുത്തത് ഇതുപോലെ തന്നെ ഇത്തിബാഉൽ ഹവാ, തോന്നിയതുപോലൊക്കെ ജീവിക്കും. ഒരാളിൽ നിന്ന് അല്ലാഹു തആല ഫضൽ എടുത്തു മാറ്റിയാൽ മനസ്സിൽ എന്താണോ തോന്നിയത് അതുപോലെ ചെയ്യും. എന്നിട്ട് അതിൻ്റെതായ ന്യായീകരണങ്ങളൊക്കെ കണ്ടെത്തും. എനിക്ക് 18 വയസ്സായിട്ടുണ്ട്, എനിക്ക് തോന്നിയവനൊപ്പം പോകും. നിങ്ങളാരാ ചോദിക്കാൻ? പെറ്റുപോറ്റിയ മാതാപിതാക്കളെ കോടതി വരാന്തകളിൽ നിർത്തുന്ന പറക്കമുറ്റാത്ത മക്കൾ ഇന്നലെ കണ്ടവന്റെ കൂടെ ഓടിപ്പോകുന്നു. ജീവിതം തൊലച്ച് തിരിച്ചു വരുന്നു. അഡ്രസ് ഇല്ലാതെ ജീവിക്കുന്നു. ബാംഗ്ലൂരിലും മംഗലാപുരത്തും മദ്രാസിലുമായി ജീവൻ തൊലച്ച് ജീവിക്കുന്നു. സ്പാ സെന്ററുകളിലും മസാജ് പാർലറുകളിലും പോയിട്ട് ആര് പിശാചിനെ പിൻപറ്റി സ്വന്തം ഹവയുടെ ആളുകൾ, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മനസ്സെത്തുന്നിടത്തേക്ക് ശരീരമെത്തൂല, ശരീരമെത്തുന്നിടത്തേക്ക് മനസ്സിനെയും കൊണ്ടുപോകാൻ കഴിയാത്ത കെട്ടഴിച്ചു വിട്ട ബലൂണ് പോലെയുള്ള ജീവിതം അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹ് അവന്റെ ഫضൽ എടുത്ത് മാറ്റി ഉണ്ടാകാൻ പോകുന്ന ദുരന്ത. 3 ഇത്തിബാഉൽ ബാത്തിൽ, നിരർത്ഥകമായ കാര്യങ്ങളെ പിൻപറ്റിയിട്ടായിരിക്കും ആള് ജീവിക്കുക. ഹക്കായ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, കുറെ കാര്യങ്ങൾ അറിയാം, സത്യമാണെന്നറിയാം, പക്ഷെ ഭൂരിഭാഗവും അപ്പുറത്താണ്. അവരെ പിണക്കാൻ പാടില്ല. അവരെന്ത് വിചാരിക്കും? കടയിലേക്ക് വരുന്ന കസ്റ്റമർ കുറയും,
ഇതൊക്കെ ഭയപ്പെട്ടുകൊണ്ട് നിരർത്ഥകമായതിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾ ഇത്തിബാഉൽ ബാത്തിൽ, അവർ ഈ പറഞ്ഞ ആളുകളാണ്, ഫദ്ല് നഷ്ടപ്പെട്ട ആളുകളാണ്. 4 ഇത്തിബാഉ ദന്ന്, ഊഹത്തെ പിൻപറ്റി ജീവിക്കുന്ന ആൾ. എന്താ ചെയ്തില്ല എന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെ വേണോ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും എന്നിങ്ങനെ ദന്നിൻ്റെ കൂടെ ഊഹത്തിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾ. ഈ 4 കാര്യങ്ങളും അപകടം പിടിച്ചതാണ്. എന്നാൽ ഇതിൻ്റെ നേർവിപരീതമായ മറ്റ് ചില കാര്യങ്ങളുണ്ട്, നമുക്കൊക്കെ വേണ്ട സ്വഭാവ ഗുണങ്ങൾ. അത് അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ല് കിട്ടിയവരുടെ ലക്ഷണം കൂടിയാണ്. എന്താ? ഒന്ന്, ഇത്തിബാഉർ റസൂൽ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നാട്ടിൽ എന്തൊക്കെ നടന്നാലും ശരി, ഞാൻ എൻ്റെ റസൂലിനെ പിൻപറ്റിയിട്ടാണ് ജീവിക്കുക, എൻ്റെ ജീവിതം അതിന് സാക്ഷിയാണെന്ന് പറയാൻ സാധിച്ചാൽ ബിഇദ്നില്ല, അത് അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ല് തന്നെയാണ്. 2, ഇത്തിബാഉൽ ഹുദ. യഥാർത്ഥമായ മാർഗദർശനത്തെ പിൻപറ്റിക്കൊണ്ടായിരിക്കും അവർ ജീവിക്കുക. ബാപ്പിയും ഉമ്മയും കുടുംബക്കാരും ഒക്കെ അപ്പുറത്താണ്, ആയിക്കോട്ടെ, ഹിദായത്തിന്റെ മാർഗം ഏതാണോ അതിനെയാ ഞാൻ പിൻപറ്റി ജീവിക്കുക. ഞാൻ ആ സഞ്ചരിക്കുന്ന പാതയിൽ ആളുകൾ കുറവാണ് എങ്കിലും, ആ വഴി കല്ലും മുള്ളും നിറഞ്ഞതാണെങ്കിലും, അല്ലാഹുമ്മഹ്ദിനി സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ചൊവ്വായ മാർഗത്തിലേക്ക് എന്നെ നയിക്കണേ എന്ന പ്രാർത്ഥനയുമായി സ്വർഗമെന്ന ലക്ഷ്യം കാണുന്നത് വരേക്കും ഹിദായത്തിന്റെ മാർഗത്തിൽ എന്തൊക്കെ പ്രകോപനങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും ഹിദായത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ, അതാണ് ഇത്തിബാഉൽ ഹുദ. 3, ഇത്തിബാഉൻ നൂർ. ഇസ്ലാമാകുന്ന പ്രകാശത്തിന്റെ പിന്നാലെ പോകും. അല്ലാഹു തആല പറഞ്ഞു സൂറത്ത് സുമറിൽ, അഫമൻ ശറഹല്ലാഹു സ്വദ്റഹു ലിൽ ഇസ്ലാമി ഫഹു അലാ നൂരിൻ മിർ റബ്ബിഹി. ഏതൊരാളുടെ ഹൃദയത്തിനാണോ ഇസ്ലാം പരിപൂർണമായി ഉൾക്കൊള്ളാനുള്ള ഹൃദയത്തിന്റെ വിശാലത അല്ലാഹു തആല നൽകുന്നത്, അവൻ അല്ലാഹുവിൻ്റെ പ്രത്യേകമായ പ്രകാശത്തിലായിരിക്കും. ഉണ്ടല്ലേ? 4, ഇത്തിബാഉൽ അഹ്സൻ. ഇത്തിബാഉൽ അഹ്സൻ, ഏറ്റവും നല്ലതേതോ അതിനെ പിൻപറ്റി ജീവിക്കുന്ന ആളുകൾ. ബഹുഭൂരിപക്ഷം അപ്പുറത്താണെങ്കിലും ശരി, ന്യൂനപക്ഷമാണ് ഇപ്പുറത്തെങ്കിൽ ആയിക്കോട്ടെ, ഏറ്റവും ശരിയായതിനെ പിന്തുടർന്ന് ജീവിക്കുന്നവരായി. ഈ 4 ഗുണങ്ങൾ നമ്മിലുണ്ടോ സഹോദരങ്ങളെ? അവരോട് അല്ലാഹു തആല പറഞ്ഞത് ഫമൻ തബിഅ ഹുദായ, ഫമൻ തബിഅ ഹുദായ, എൻ്റെ ആ മാർഗദർശനത്തെ പിൻപറ്റുന്നവരാരോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പിന്നെ ഭയപ്പെടേണ്ടതില്ല, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല. സൂറത്ത് ബഖറയിൽ അല്ലാഹു തആല പറഞ്ഞു. സൂറത്ത് ത്വാഹയിൽ ഇതേ ആശയം കാണാം. ഫമനിത്തബഅ ഹുദായ ഫലാ യദുല്ലു വലാ യഷ്ഖാ, എൻ്റെ ആ മാർഗദർശനം പിൻപറ്റുന്നവരാരോ അവർ പിന്നെ ഒരിക്കലും വഴിപിഴച്ചു പോവുകയേയില്ല, അവർ ദൗർഭാഗ്യമടയുകയുമില്ല. അല്ലാഹു തആല നൽകിയ ഉറപ്പാണ്. അതില്ലാതെ വരുമ്പോഴാണ് എന്താപ്പണ് ചെയ്താൽ, അതില്ലാതെ വരുമ്പോഴാണ് എന്താപ്പണ് കാണിച്ചാൽ, എന്താപ്പണ് പോയാൽ, ഓലൊക്കെ പോകുന്നില്ലേ? അപ്പൊ നമ്മൾ അവരോട് പറയും ഖുർആനിലേക്ക് വരും, സുന്നത്തിലേക്ക് വരും എന്ന് പറഞ്ഞാൽ, വഇദാ ഖീല ലഹുമുത്തബിഉ മാ അൻസലല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ചതിലേക്ക്, ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ, ഖാലു, അവര് പറയുന്ന ന്യായം ഇന്നത്തെ ആളുകളും പറയും, ബൽ നത്തബിഉ മാ അൽഫൈന അലൈഹി ആബാഅന, ഞങ്ങൾ ഞങ്ങളുടെ ബാപ്പമാർ സ്വീകരിച്ചതായി കണ്ടതേ ഞങ്ങൾ പിൻപറ്റുള്ളൂ എന്നതായിരിക്കും അവരുടെ മറുപടി. അല്ലാഹ് ചോദിക്കാൻ പറഞ്ഞു, അവലൗ കാന ആബാഉഹും ലാ യഖിലൂന ശൈഅ വലാ യഹ്തദൂൻ, അവരുടെ ബാപ്പമാർ യാതൊന്നും ചിന്തിച്ച് മനസ്സിലാക്കാത്തവരും നേർവഴി കണ്ടെത്താത്തവരും ആണെങ്കിൽ പോലും ഇവർക്ക് ആ ബാപ്പമാർ പോയ വഴി മതിയോ? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. അള്ളാഹു അവതരിപ്പിച്ചതിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ പറയുന്ന മുടന്തൻ ന്യായങ്ങൾക്കുള്ള മറുപടി അല്ല തന്നെ പറഞ്ഞു വെച്ചു. അല്ല പറഞ്ഞു, നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, പിന്തുടരേണ്ടത് കാരണവന്മാരെയോ നാട്ടിലെ പ്രമാണിമാരെയോ ബഹുഭൂരിപക്ഷത്തെയോ അല്ല. ഫമൻ തബിഅ ഹുദായ, എൻ്റെ മാർഗദർശനം അത് ആരാണോ പിൻപറ്റുന്നത് അവർക്ക് പേടിക്കേണ്ടതില്ല എന്നാണ്. അതിനാദ്യം എന്ത് വേണം? പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള മൗഇദ. എന്താ മൗഇദത്ത് എന്ന് പറഞ്ഞാൽ?
സതുപദേശം ഇതാ വന്നു കിട്ടിയിരിക്കുന്നു. ഏതാണ് ആ സതുപദേശം? പരിശുദ്ധ ഖുർആനാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, അത് ഹൃദയങ്ങളിലുള്ള രോഗത്തിനുള്ള ശമനമാണ്. എന്താ ഹൃദയത്തിലുള്ള രോഗത്തിനുള്ള ശമനം? അത് പരിശുദ്ധ ഖുർആനാണ്. അതിതാ നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നു. എന്താണ് അതിന്റെ മറ്റൊരു പ്രത്യേകത? വഹുദം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവുമായിട്ടാണ് ആ ഖുർആൻ വന്നു കിട്ടിയിട്ടുള്ളത്. അടുത്ത ആയത്ത് എന്താ? റബ്ബിയുൽ അവ്വൽ മാസമാകുമ്പോൾ നമ്മൾ വല്ലാതെ കേൾക്കുന്ന ആയത്ത്, ഖുൽ നബിയെ പറയണം, ബിഫദ്ലില്ലാഹി വബിറഹ്മതി, ബിഫദ്ലില്ലാഹി വബിറഹ്മതി, അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ടും കാരുണ്യം കൊണ്ടുമാണത്. ഫബിദാലിക ഫൽയഫ്റഹു, അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. ഏതുകൊണ്ട്? ഖുർആൻ കൊണ്ട്, ഖുർആനിന്റെ മാർഗമായി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്ന സുന്നത്ത് കൊണ്ട് അവ ജീവിത മാതൃകയാക്കിക്കൊണ്ട് സന്തോഷിച്ചു കൊള്ളട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അതാണ് അവർ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാൾ ഏറ്റവും ഹൈറായിട്ടുള്ളത്. സൂറത്ത് യൂനുസിൽ 58-ാമത്തെ വചനം. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫضലാകണമെന്നതുപോലെ അള്ളാഹുവിന്റെ ഫضല് കിട്ടണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കണം. എത്ര ആൾക്കാർ അന്നലത്തെ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്തത്? ഓരോരുത്തരൊന്ന് വിലയിരുത്തിയാൽ മതി. കാരണം നമുക്കതൊരു വാജിബാണ് എന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ത്വലബുൽ ഇൽമ്, അറിവ് അന്വേഷിക്കുക, പഠിക്കുക, അറിവ് കരസ്ഥമാക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെ മേലും വാജിബാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ജുമുഅ വാജിബായത് കൊണ്ടാ വെള്ളിയാഴ്ച നമ്മൾ പള്ളിക്ക് വന്നത്, ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം തിരക്കുള്ളവരാ, നമ്മൾ അങ്ങാടി പോയിരിക്കൂലേ? 5 വഖത്ത് നിസ്കാരം പോലെ ത്വലബുൽ ഇൽമ്, അറിവ് നേടുക, പഠിക്കുക എന്നത് ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, മുസ്ലിങ്ങളിലെ ഓരോ ആണിന്റെ മേലും പെണ്ണിന്റെ മേലും നിർബന്ധ. എത്ര ആൾക്കാരാ അന്നലത്തെ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്തത്? നമ്മൾ മറ്റു പലതിന്റെയും പിന്നാലെയാണ്. ഖുർആൻ പഠിക്കലാണ് ഏറ്റവും വലിയ അറിവ് കരസ്ഥമാക്കൽ. മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് അറിയണം, സൃഷ്ടാവായ അള്ളാഹിനെ കുറിച്ച്. ഇന്നിങ്ങട് മരിച്ചാ പോയി കിടക്കുന്ന ഖബറിൽ ചോദ്യമുണ്ട്, വമൻ റബ്ബുക വമാ ദീനുക വമാ ഇൽമുക. ഇതിനൊക്കെ ആൻസർ പറഞ്ഞാൽ തന്നെ അടുത്തൊരു ചോദ്യം കൂടിയുണ്ട്, വകൈഫ അറഫ്ത, ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അള്ളാഹുവാണ് റബ്ബെന്ന്, മുഹമ്മദ് റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പ്രവാചകനെന്ന്, ഇസ്ലാമാണ് ദീനെന്ന്, ഖുർആനാണ് ഇമാമെന്ന്, ഇസ്ലാമാണ് ദീനെന്ന് എങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിക്കുമ്പോൾ അവിടെ പറയാൻ കഴിയണം, നോക്കിയെടുത്ത് വായിച്ച് പറയാൻ പറ്റുന്ന സംഗതിയല്ല. ഖറഅതു കിതാബല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ കിതാബ് വായിച്ചു. അത് വായിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അള്ളാഹുവാണ് റബ്ബ്. ആരെ കൊണ്ടൊക്കെ പറയാൻ കഴിയും? നമുക്ക് മറ്റു പലതിൻ്റെയും പിന്നാലെയാ പോകുന്നത്. അള്ളാഹു തആല നൽകുന്ന മഹത്തായ ഫളല, അള്ളാഹുവിന്റെ കലാം പഠിക്കാൻ നമ്മൾ പോയിരിക്കുക എന്നുള്ളത്. അടുത്തതെന്താ? വലൗലാ ഫദ്ലുല്ലാഹി അലൈക വറഹ്മതുഹു, ഖുർആൻ പറഞ്ഞു സൂറത്ത് നിസായിലെ 113-ാമത്തെ വചനം, നിന്റെ മേൽ അള്ളാഹുവിന്റെ ഫദ്ലും റഹ്മത്തും ഇല്ലായിരുന്നു എങ്കിൽ ലഹമ്മ ത്വായിഫത്തും മിൻഹും അയദുല്ലൂക്, അവരിൽ ഒരു കൂട്ടം ആളുകൾ നിന്നെ പിഴപ്പിച്ച് കളയുമായും. അള്ളാന്റെ റസൂലിനോടാ പറഞ്ഞു, പിന്നെ നമ്മളെ കാര്യം പറയണോ? ദുർമാർഗത്തിലേക്ക് അവർ നിന്നെ നയിക്കുമായിരുന്നു. വമാ യുദില്ലൂന ഇല്ലാ അൻഫുസഹും, വാസ്തവത്തിൽ അവർ അവരെ തന്നെയാണ് പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വമാ യദുറൂനക മിൻ ഷൈ, നിനക്ക് അവർ യാതൊരു ഉപദ്രവം വരുത്തി വെക്കുന്നതല്ല. അടുത്തതെന്താ? വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ, അള്ളാഹുവിന്റെ പ്രവാചകരെ, അള്ളാഹു താങ്കൾക്ക് ഖുർആനും ഖുർആനിന്റെ വിശദീകരണമായ സുന്നത്തുണ്ട് ഇറക്കി തന്നു. ശേഷം അള്ളാഹ് പറഞ്ഞു, വഅല്ലമക മാ ലം തകുൻ തഅലം, വഅല്ലമക മാ ലം തകുൻ തഅലം, നിനക്കറിയാത്ത കാര്യം നിനക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു. അള്ളാഹ് ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറയാം, വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ, വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ, നിന്റെ മേലുള്ള അള്ളാഹുവിന്റെ ഫദ്ൽ വമ്പിച്ചതാകുന്നു. അപ്പൊ ഫദ്ല് കിട്ടാൻ ദീന് പഠിക്കുക. അള്ളാഹ് പറഞ്ഞത് അല്ലമക മാ ലം തകുൻ തഅലം, അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനാ. ഒരാൾ കുറെ കാലം ദീനിനെ പറ്റിയൊന്നും ബോധമില്ലാതെ അങ്ങനെ തോന്നിയതുപോലെ ജീവിച്ചു. നാട്ടുകാർ കുടുംബക്കാർ ചെയ്യുന്നതൊക്കെ ചെയ്ത് പണ്ഡിതന്മാർ പറയുന്നതിന് അപ്പടി അന്ധമായി അനുകരിച്ചു പോയി കുറെ കാലം ജീവിച്ചു.
ഒരു സുപ്രഭാതത്തിൽ അള്ളാഹു തആല അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് തൗഫീക്ക് കൊടുത്തു. അള്ളാഹുവിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ദീൻ പ്രമാണങ്ങളിൽ നിന്ന്, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും പഠിക്കാനുള്ള അവസരം കൊടുത്തു. ഒരു ഖുതുബ കേട്ടു, ഒരു ക്ലാസ് കേട്ടു, ഒരു ഖുർആനിന്റെ ആയത്തർത്ഥ സഹിതം പഠിക്കാൻ കിട്ടി. അത് അവന്റെ മനസ്സിനെ സ്വാധീനിച്ചു. സ്വാധീനിച്ചപ്പോൾ അവൻ കൂടുതൽ പഠിക്കാനും അന്വേഷിക്കാനും തയ്യാറായി. പഠിച്ചപ്പോൾ അവന് മനസ്സിലായി ഇന്നലെ വരെ ജീവിച്ചത് ശരിയായിരുന്നില്ല, ഇന്നലെ വരെ വിശ്വസിച്ചാചരിച്ചത് തെറ്റായിരുന്നു. അല്ലാഹ് പറയാ, വഅല്ലമക മാ ലം തകുൻ തഅലം, നിനക്കറിവില്ലാത്തിരുന്നൊരു കാര്യം അല്ലാഹു തആല പഠിപ്പിച്ചു എന്നാണ്. അല്ലാഹു തആല പഠിപ്പിച്ചു തന്ന കാര്യം അതെല്ലാവർക്കും കിട്ടുമല്ലോ. യുഅ്തീഹി മയ്യശാ എന്നാ തുടക്കത്തിൽ പറഞ്ഞത്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആ ഫദ്ല് കിട്ടും, അല്ലാത്തവർ അങ്ങാടി കൂടെ അങ്ങനെ പോകും. വകാന ഫദ്ലുല്ലാഹി അലൈക അലീമാ, അതൊക്കെ അല്ലാഹു നിന്റെ മേൽ ചെയ്തു തരുന്ന ഏറ്റവും വലിയ ഫദ്ലാണെന്ന. അപ്പൊ ദീന് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കുന്നുവെങ്കിൽ അത് മഹത്തായ ഫദ്ലാണെന്ന് തിരിച്ചറിയുക. ആ ഫദ്ലിന് വേണ്ടി മനസ്സും ശരീരവും നമ്മൾ ഒരുക്കുക. അല്ലാഹു തആല അവന്റെ എല്ലാ മഹത്തായ ഫദ്ലും നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد أيها الناس اتقوا الله عباد الله. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ല് ഒരാൾക്ക് കിട്ടിയില്ല എങ്കിൽ നമുക്ക് ദുനിയാവിൽ എന്ത് കിട്ടിയതുകൊണ്ടും കാര്യമില്ല എന്ന് നമ്മൾ അറിയണം. ദുനിയാവിൽ നമ്മൾ എത്ര അനുയായികളുള്ള നേതാവാണിയെങ്കിലും, എത്ര ഭൂസ്വത്തിൻ്റെ ഉടമയായിരുന്നിട്ടും, എത്ര ബാങ്ക് ബാലൻസ് നമുക്കുണ്ടായിട്ടും, എത്ര ചുറുചുറുക്കും ആരോഗ്യവും മസിൽ പവറും ഉണ്ടായതുകൊണ്ടും അള്ളാഹു തആല നൽകുന്ന ഒരു പരിശുദ്ധി, ഒരു തസ്കിയത്തുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, മാ സകാ മിൻകും മിൻ അഹദിൻ അബദ, നിങ്ങളിൽ ഒരാളും പരിശുദ്ധി പ്രാപിക്കുമായിരുന്നില്ല. ആരെ പറ്റിയാ പറഞ്ഞത്? വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതു, നിങ്ങളുടെ മേൽ അല്ലാഹുവിൻ്റെ ഫദ്ലും റഹ്മത്തും ഇല്ലാതിരുന്നുവെങ്കിൽ. വലാകിന്നല്ലാഹ യുസക്കി മയ്യശാ, എന്നാൽ അല്ലാഹു തആല താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ തസ്കിയത്ത് കൊടുക്കും, വിശുദ്ധി കൊടുക്കും. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു തആല എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. അല്ലാഹു തആല നൽകുന്ന വിശുദ്ധിയുണ്ട്. ജനങ്ങൾ ഇന്നൊക്കെ വേറിട്ട് കൊണ്ടൊരു ജീവിതം നമ്മളെ നയിക്കാൻ ഒരുപാട് ആക്ഷേപങ്ങളും കുത്തുവാക്കുകളും ഒക്കെ നമ്മൾ കേൾക്കുന്നു. പല ബഹിഷ്കരണങ്ങളും ഉണ്ടാകും. എന്നാലും ജനങ്ങൾക്കൊപ്പം കൂടാതെ, നാടിൻ്റെ നടുവേ ഓടാതെ, നാടിൻ്റെ അവസ്ഥക്കനുസരിച്ച് നീങ്ങാതെ യഥാർത്ഥ ഹുദയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു വിശുദ്ധി നമുക്കുണ്ട് എങ്കിൽ അത് അള്ളാഹു നൽകുന്ന മഹത്തായ ഫദ്ല് തന്നെയാണ്. ലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ, പിശാചിന്റെ കാലടികളെ വിശ്വാസികളെ നിങ്ങൾ ഒരിക്കലും ഫോളോ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല പറഞ്ഞു, ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ, പിശാച് എപ്പോഴും മനുഷ്യനെ ഫഹ്ശാഉം മുൻകറും ചെയ്യാനാ പ്രേരിപ്പിച്ചുകൊണ്ട്. എന്താ ഫഹ്ശാഉം മുൻകർ എന്ന് പറഞ്ഞാൽ? തിന്മകളും ദുഷ്പ്രവർത്തനങ്ങളും. ഇത് രണ്ടും ശൈത്വാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ശേഷം അല്ലാഹ് പറയാ, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതു, അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ലും റഹ്മത്തും നിങ്ങളുടെ മേലില്ലായിരുന്നുവെങ്കിൽ മാ സകാ മിൻകും മിൻ അഹദിൻ അബദ, നിങ്ങളിൽ ഒരാളും പരിശുദ്ധി പ്രാപിക്കൂല. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? തിന്മകളുടെ ലോകത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചു. ചെറിയ ചെറിയ മക്കളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വരെ പച്ചയായ തോന്നിവാസമാണ്. മലയാളത്തിൽ ഇത്രയും വൃത്തികെട്ട വാക്കുകൾ ചെറിയ ചെറിയ കുട്ടികളുടെ വായിൽ നിന്ന് എങ്ങനെ വരുന്നു? അവർ കാണുന്ന റീൽസുകൾ അവരെ വല്ലാതെ സ്വാധീനിക്കുന്നത്. അള്ളാഹിന്റെ റസൂൽ എന്താ പറഞ്ഞത്? 7 വയസ്സാകുമ്പോൾ നിങ്ങളെ മക്കളെ നിസ്കാരം ശീലിപ്പിക്കണം. 10 വയസ്സായിട്ടും നിസ്കരിച്ചില്ല എങ്കിൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അവരടിക്കണം. പോരാ, വഹും അബ്നാഉ അശർ വഫർഖു ബൈനഹും ഫിൽ മലാജിഅ, 10 വയസ്സായി കഴിഞ്ഞാൽ കിടപ്പറയിൽ നിന്ന് അവരെ മാറ്റി കിടത്തണം. ഒരു ബാപ്പയും ഉമ്മയും കിടക്കുന്ന റൂമിൽ 10 വയസ്സായ കുട്ടികളെ കിടത്താൻ പാടില്ല. ഒരേ ഉമ്മ പെറ്റ
ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആങ്ങളയെയും പെങ്ങളെയും 10 വയസ്സായാൽ ഒരേ വിരിപ്പിൽ ഒരേ ബെഡിൽ അവരെ ഒരുമിച്ച് കിടത്താൻ പാടില്ല, മാറ്റി കിടത്തണം എന്നാ. ഒരു വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തെ, ശാരീരിക ബന്ധത്തെ മക്കൾ ഒരു ക്യാമറ കണ്ണിനേക്കാളപ്പുറം സ്വാധീനിക്കുന്നുണ്ട്, അവരുടെ ചലനങ്ങൾ അവരെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഫർരിഖൂ ബൈനഹും ഫിൽ മലാജി, കിടപ്പറയിൽ നിന്ന് അവരെ മാറ്റി കിടത്തണം, വേറെ വേറെ ബെഡ്റൂമിലാക്കണം. കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കണമല്ലോ, ശ്രദ്ധിക്കണം. കുട്ടികൾ എന്തൊക്കെയാ അതിലൂടെ കാണുന്നത്, എന്തൊക്കെയാ കേൾക്കുന്നത്? പല കുട്ടികളും പിശാചിന്റെ മായാവലയത്തിൽ പെട്ടുപോകണം. അള്ളാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നിസ്കാരം കഴിഞ്ഞാൽ, ജുമുഅ നിസ്കാരം കഴിഞ്ഞാൽ അള്ളാഹു തആല പറഞ്ഞു ഫഇദാ ഖുളിയത്തിസ് സ്വലാ ഫൻതശിറൂ ഫിൽ അർദ്. ജുമുഅ നിസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചു കൊള്ളണം. വബ്തഗൂ മിൻ ഫദ്ലില്ലാ, അള്ളാഹുവിന്റെ ഫദ്ലിൽ നിന്ന് നിങ്ങൾ തേടുകയും ചെയ്യണം. യബ്തഗൂന മിൻ ഫദ്ലില്ലാ, അന്നം തേടി പോകുന്ന കച്ചവട ചരക്കുമായി പോകുന്നവർ ഭൂമിയിൽ ധാരാളക്കണക്കിനുണ്ട്. അള്ളാഹുവിന്റെ ഫദ്ല് തേടണം എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. ഇതൊക്കെ തേടുന്നതും എന്തിനാ? ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ അള്ളാഹുവിൽ നിന്നുള്ള ഫദ്ലാണെന്ന് തിരിച്ചറിയാൻ. അത് സ്റ്റിക്കറിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല. ലിയബ്ലുഅനി അഅഷ്കുറു അം അക്ഫുർ, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി അള്ള തന്ന സമ്പത്താണ്, അള്ള എന്നെ പരീക്ഷിക്കാൻ വേണ്ടി തന്ന അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് എന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ അത് കേവലം ഒരു സ്റ്റിക്കറിൽ മാത്രം ഒതുങ്ങിപ്പോകും. ഇതൊക്കെ കിട്ടി ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ അമിലു, നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ അതിനുള്ള പ്രതിഫലവും വയസീദഹും മിൻ ഫദ്ലി, അല്ലാഹു തആല അവന്റെ മഹത്തായ ഫദ്ലിൽ നിന്ന് അവർക്ക് കൂടുതലായി നൽകുകയും ചെയ്യും. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാത്ത റിസ്ക് നൽകും. ലിയുവഫിയഹും ഉജൂറഹും വയസീദഹും മിൻ ഫദ്ലി, പ്രതിഫലം പൂർത്തിയാക്കി കൊടുക്കുന്ന എവിടെ? ദാറുൽ മുഖാമയിൽ, പരലോകത്ത് സ്വർഗത്തിൽ. അല്ലാഹു സുബ്ഹാനഹു, ഇത് ദാറുൽ ഫനയാണ്, നമ്മൾ കിടക്കുന്ന വീട്, ദുനിയാവിലെ വീട്. നമ്മൾ മരിച്ചാൽ അത് അനന്തരാവകാശികളുടേതായി മാറും. പക്ഷെ നമ്മുടെ പേരിൽ ഒരു സ്വന്തം പ്രൈവറ്റ് പ്രോപ്പർട്ടി, നമ്മുടെ പേരിൽ രജിസ്റ്റേർഡ് പ്രോപ്പർട്ടി ഉണ്ടാകണം. അതാണ് അല്ലദീ അഹല്ലന ദാറൽ മുഖാമത്തി മിൻ ഫദ്ലി. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ ആളുകൾക്ക് സ്ഥിരവാസത്തിന്റെ, ഒരാളും വന്ന് രേഖ വന്ന് ചോദിക്കാത്ത, ഒരാളും ബുദ്ധിമുട്ടിപ്പിക്കാത്ത, ഒരാളും ഒരു തരത്തിലുള്ള ക്ഷീണവും ബാധിപ്പിക്കാത്ത ഒരു വീട് അല്ലാഹു തആല നൽകും. അത് കിട്ടാൻ എന്താ വേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല പറഞ്ഞു തറാഹും, അവരെ നിനക്ക് കാണാൻ നബിയെ, റുക്കഅൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന. ആർക്കാ കിട്ടുക? തറാഹും, അവരെ നിനക്ക് കാണാം. ആ ഫദ്ല് നാളെ പരലോകത്ത് കിട്ടുന്ന ആളുകളുടെ ദുനിയാവിന്റെ ലക്ഷണം റുക്കഅൻ വസുജ്ജദ, റുകുഉം സുജൂദും ചെയ്തുകൊണ്ട് അവർ നിസ്കരിക്കും. എപ്പോ? അല്ലാഹു മറ്റൊരു ആയത്തിൽ പറഞ്ഞു അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബി. അല്ലാഹുവിന്റെ റഹ്മത്താകുന്ന സ്വർഗത്തെ ആഗ്രഹിച്ച്, നരകത്തെ പേടിച്ച്, പരലോകത്തെക്കുറിച്ച് ഓർത്ത് രാത്രി സമയങ്ങളിൽ അവർ തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരാണ്. ഫർള് നിസ്കാരം മാത്രമല്ല, തഹജ്ജുദ് നിസ്കാരം നമ്മൾ പതിവാക്കിയാൽ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന, അല്ലാഹുവിന്റെ മഹത്തായ ഫദ്ലും പ്രീതിയും ആണവർ ആഗ്രഹിക്കുന്നത്. അല്ലാഹു തആല സ്വർഗീയ ഭവനത്തിൽ നൽകും എന്നാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിൽ സ്വർഗീയമായ അനുഭൂതി നുകരുന്ന സത്യവിശ്വാസികളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ അല്ലാഹു തആല അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പരിപൂർണമായ ഷിഫ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. എപ്പോൾ മരിക്കുകയാണെങ്കിലും എവിടെ വെച്ചാണ് നമ്മുടെ മരണമെങ്കിലും അല്ലാഹുവേ, പരിപൂർണമായ ഈമാനോടുകൂടി ഞങ്ങളെ നീ മരിപ്പിക്കുകയാണ് റഹ്മാനെ. ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, സഹോദരി സഹോദരങ്ങൾ, ആദർശ ബന്ധുക്കൾ, അല്ലാഹുവേ, അവർക്കൊക്കെയും അവരുടെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അവർക്കൊക്കെയും നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار
اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا ومرضى المسلمين. اللهم ارحم موتانا وموتى المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.